പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് ആഗതമാകുന്ന ഈ അവസരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കാലിത്തൊഴുത്ത്, ഉണ്ണീശോ, ആട്ടിടയന്മാർ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ പുൽത്തൊട്ടിലിൽ യേശുവിനെയും മറിയത്തെയും കാണുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ചെറുതാകലിൻ്റെ സന്തോഷമാണ്. ഈ അവസരത്തിൽ കൊച്ചുകുട്ടികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നതിൻ്റെ ഓർമ്മ, ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ നമ്മിൽ ഒരുവനായി വന്നു പിറന്ന അതിൻ്റെ അനുസ്മരണം, ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യരിൽ ഒരുവനായി സ്വയം ശൂന്യവൽക്കരിച്ച് ദാസൻ്റെ രൂപം സ്വീകരിച്ച് കാലിത്തൊഴുത്തിൽ വന്നു പിറന്നു അതിൻ്റെ അനുസ്മരണം. ഈ പുൽക്കൂട് നമ്മുടെയൊക്കെ ഓർമ്മയിലേക്ക് കടന്നു വരുന്ന ഇന്നത്തെ രീതിയിൽ ആദ്യമായി ഉണ്ടാക്കിയത് 1224 ഇറ്റലിയിലെ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസാണ്. ഈ തിരുവചനം ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നു എന്നുള്ളത് അദ്ദേഹം അസിസിയിലെ ഗ്രാമത്തിൽ വളരെ മനോഹരമായ പുൽത്തൊട്ടിൽ യേശുവിനെയും മറിയത്തെയും യൗസേപ്പിനെയും അതുപോലെ തന്നെ ആട്ടിടയരെയും മാലാഹമാരെയും കന്നുകാലികളെയും എല്ലാം ജീവനുള്ളതാക്കി സജ്ജീകരിച്ച് വളരെ മനോഹരമായി ആളുകൾക്ക് അത് വ്യക്തമാക്കി കൊടുത്തു. അത് ഇന്നും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വളരെ ഭംഗിയായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദൈവം രാജകീയമായ തൻ്റെ രാജകീയത്വം മാറ്റിവെച്ചുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നതിൻ്റെ അനുസ്മരണം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ യേശുവിനെ പൂജരാജാക്കന്മാർ വന്ന് കാലിത്തൊഴുത്തിൽ പിറന്ന യേശുവിനെ കണ്ട് കാഴ്ച സമർപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഈ അവസരത്തിൽ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് പുൽക്കൂടിൻ്റെ അനുസ്മരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കണം. 2025 ക്രിസ്മസ് മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി മാറുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 മഹാജൂബിലിയുടെ ഒരുക്കമായി ഈ ക്രിസ്മസ് നാം ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ആയിരിക്കണം. അതുകൊണ്ട് 2025 ക്രിസ്മസ് ആഘോഷം പുൽക്കൂട്ടിൽ യേശുവിനെ, അതോടൊപ്പം തന്നെ ആ പുൽക്കൂട് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ സജ്ജമാക്കുവാൻ നമുക്ക് സാധിക്കണം. നാം എവിടെയൊക്കെ പ്രവർത്തനം നിരതരാകുന്നുവോ അവിടെയൊക്കെ യേശുവിൻ്റെ സ്നേഹവും ആ നിഷ്കളങ്കതയും ആ പരിശുദ്ധിയും പരിപാവനതയും വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് കൊടുക്കുവാൻ സാധിക്കണം. അതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിലൂടെ, ആ നിഷ്കളങ്കമായ സ്നേഹം ദൈവത്തോട്, സഹോദരങ്ങളോട്, പ്രപഞ്ചത്തോട്. ഈ അവസരത്തിൽ ക്രിസ്മസിൻ്റെ എല്ലാവിധ നന്മകളും ഏവർക്കും നേരുകയാണ്. ഈ പുൽക്കൂട് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാർ നമ്മയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ ക്രിസ്മസ് അവസരങ്ങളിൽ 25 ദിവസവും പള്ളിയിൽ പോയി സുഹൃത്ത് ജപങ്ങളും നല്ല നല്ല സൽകൃത്യങ്ങളും ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് വന്ന് പിറക്കുവാൻ സാധിക്കുന്ന നല്ല ഒരു പുൽക്കൂട് സജ്ജമാക്കുവാൻ സാധിക്കണം. എപ്രകാരം ജെറുസലേമിൽ, ബെത്ലഹേമിൽ യേശുവിന് പിറക്കുവാൻ ഒരിടം കിട്ടിയോ, അതുപോലെ ഇന്ന് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ യേശു വന്ന് പിറക്കുവാൻ ഉതകുന്ന രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിച്ച്, ആദരിച്ച്, ബഹുമാനിച്ച് സ്നേഹവും സന്തോഷവും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുമ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന മാലാഹമാരുടെ ആ സ്വർഗീയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അനുഭവിക്കുവാനും സാധിക്കണം. ഒരിക്കൽ കൂടി ഏവർക്കും ഈ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുൽത്തൊട്ടിലിനെ അനുകരിച്ചുകൊണ്ട് എളിമയുടെ, ദാരിദ്ര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വിനയത്തിൻ്റെ മാതൃകയിൽ മറ്റുള്ളവരുടെ ഇടയിൽ
സമാധാനത്തിൻ്റെ ഉപകരണമായി മാറുവാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ.